എന്റെ നാട്ടിൽ നിന്നും വളരെ കടുത്ത ഒരു BJPയുടെ പ്രവർത്തകൻ. അദ്ദേഹം പ്രസംഗങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോ മുസ്ലിം ലീഗ് എന്ന് അറപ്പോടെ പ്രസംഗിക്കാറുണ്ട്. മുസ്ലിങ്ങളെ വളരെ ബുദ്ധിമുട്ടോടുകൂടെ നോക്കിക്കാണലുണ്ട്. പക്ഷേ അവൻ കാലിൽ ഒരു ചെറിയ പരു വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ആ പരു ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോ അത് ക്യാൻസർ ആണെന്നറിഞ്ഞു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നയാള്. മതവിശ്വാസത്തിന്റെ പുറത്ത് പുള്ളിക്ക് രാഷ്ട്രീയ വിശ്വാസം മുകളിലായിരുന്നത് കൊണ്ട് BJPയുടെ കടുത്ത രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ആ BJPക്കാരനായ പ്രവർത്തകൻ മെഡിക്കൽ കോളേജിലെത്തി. കാലിൽ ക്യാൻസർ ആണെന്ന് മനസ്സിലായി. കീമോയും റേഡിയേഷനും ചെയ്യാൻ സാമ്പത്തികമില്ലാതെ വന്നു. ചെറിയ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കൊണ്ട് താമസിക്കാൻ സുരക്ഷിതമായ ഒരു ഇടമില്ലാതെ വന്നപ്പോ ആരോ പറഞ്ഞു കേട്ടു, ഇവിടെ CH സെന്റർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ശാഖാ കമ്മിറ്റിയുടെ കത്തും കൊണ്ടുവന്നാൽ അവിടെ സൗജന്യമായി താമസിക്കാം. നിങ്ങളുടെ റേഡിയേഷനും കീമോയും കഴിയുന്നത് വരെ നിങ്ങളുടെ ഭാര്യയും മക്കളെയും സുരക്ഷിതമായി അവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് പോയി കീമോ ചെയ്തു വരാമെന്ന് കേട്ടപ്പോ എന്നോട് വളരെ മോശമായി നിങ്ങൾ എന്തിനാണ് ലീഗിൽ ചേർന്നത് എന്ന് ചോദിച്ചൊരു സഹോദരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ദയനീയമായി വിളിച്ചു ചോദിക്കുകയാണ്, ചേച്ചി എനിക്കൊരു കത്ത് തരുമോ? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 1.5 മാസമായി താമസിക്കുകയാണ്. കയ്യിൽ 10 പൈസയില്ല, മരുന്ന് വാങ്ങാൻ പണമില്ല. എന്റെ ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് റോഡ് വക്കത്ത് കിടക്കേണ്ട അവസ്ഥയിലാണ്. നിങ്ങളുടെ പാർട്ടിയെ ഞാൻ മോശമായി കണ്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ പാർട്ടിയുടെ മഹത്വം ഞാൻ ഇന്ന് തിരിച്ചറിയുക. എനിക്കൊരു കത്ത് തരുമോ? എനിക്ക് സുരക്ഷിതമായി എന്റെ മക്കളെ നിർത്തിയിട്ട് കീമോ ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്യട്ടെ. ഇവിടെ നിന്ന് പോകുന്നത് വരെ സുരക്ഷിതമായി എന്റെ മക്കളെ പാർപ്പിക്കുവാൻ CH സെന്ററിൽ ഒരു ഇടം കിട്ടും എന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ വാർഡിനകത്ത് നിന്നൊരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കത്ത് തരുമോ? ഒപ്പം ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്ന്. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട്.